ജയിലിൽ അനുഭവം ഒന്ന് പറയോ? അതായത് ജയിലിൽ ആദ്യം ജില്ലാ ജയിലിൽ നിങ്ങൾ ആദ്യം കൊണ്ടുപോയി, ആദ്യം ജില്ലാ ജയിലിൽ കൊണ്ടുപോയി. നമ്മൾ ഈ സിനിമയിൽ കാണുന്നത് പോലെയൊക്കെയാണോ ജയിലിൽ പോകുമ്പോൾ? 2-3 വ്യത്യാസങ്ങളുണ്ട്. ഒന്ന്, പലരും അറിഞ്ഞിരിക്കേണ്ട ആദ്യ കാര്യം, മെഡിക്കലൊക്കെ അല്ല ഇത് മെഡിക്കലൊക്കെ എടുക്കും, അല്ല തുണി കൂരിയുള്ള പരിശോധനയൊക്കെ. എനിക്ക് എന്റെ ഡ്രസ്സ് ഫുൾ ടൈം ഇടാൻ മെൻസ് കമ്മീഷന്റെ ടീഷർട്ട് ഇടാൻ അവരെ അനുവദിച്ചു. പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അവർക്ക് പ്രശ്നമാണെന്നുള്ളതുകൊണ്ടാണ് ഒരു 90 to 95% പോലീസ് ഓഫീസർ നമുക്ക് വലിയ സപ്പോർട്ടാണ്. ഒരുപാട് പേര് കൂടെ ഒന്ന് സെൽഫി എടുത്തു, എന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെളിയിൽ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇട്ടോളാം. ഞാനപ്പോൾ ഒരു വളരെ ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥനോട് വളരെ വൈകാരികമായി, സാർ ഇങ്ങനെ ഒരുപാട് പേർ കള്ളക്കേസ് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പുള്ളി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളെ കാട്ടി ഞങ്ങൾക്ക് അറിഞ്ഞൂടെ? പറഞ്ഞു, സാർ എന്താ അങ്ങനെ പറഞ്ഞു? എടുവോ ഞങ്ങൾക്കറിയാം, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരുപാട് പേർ, ഞാൻ ഒരു സ്പെസിഫിക്കലി പറഞ്ഞ ഒരു കേസ് കൂടെ പറയാം കൗതുകമുള്ളത്. 19 വയസ്സായ പയ്യൻ, 17 വയസ്സായ പെൺകുട്ടി, ഇവന് പോക്സോ കിട്ടി, 20 വർഷം കിട്ടി. ആ പെൺകുട്ടി ആരാന്നറിയാമോ? അവൻ്റെ ഭാര്യ, മുസ്ലിം പയ്യനാണ്. ഒരു പയ്യൻ, അല്ലെങ്കിൽ പേരും കൂടെ പറയാം, പേര് പറയാം, പയ്യന്റെ പേര് പറയാം. ആണിന്റെ പേര് പറഞ്ഞാൽ ഇവിടെ ആർക്കും നഷ്ടമില്ല, ചോദിക്കാൻ പറയാൻ ആരുമില്ല. 19 വയസ്സായ പയ്യൻ, 17 വയസ്സായ പെൺകുട്ടി. ഇവളുടെ വീട്ടുകാർക്കറിയാം, ഇവളുടെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അറിയാം, പയ്യൻ്റെ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും അറിയാം ഇവരുടെ ഇത്. അപ്പോൾ അവരുടെ ഇടയ്ക്ക് ഒരു അഫയർ ഉണ്ടായിരുന്നു. ഇപ്പം +2 ഒരു പുതിയ പരിപാടിയുണ്ട്, നമ്മൾ പഠിച്ചുകൊണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല. കൗൺസിലിംഗ് എന്ന് പറഞ്ഞ് ഒരാളെ കൊണ്ടുവരും. ഈ കൗൺസിലിങ്ങിൻ്റെ ഭാഗമായ കൗൺസിൽ പല കാര്യങ്ങളും ചോദിക്കും. അപ്പം കുറച്ചൊക്കെ ഇവർ തമ്മിൽ ഇൻറ്റിമേറ്റ് മൂവ്മെൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ പെൺകുട്ടി കൗൺസിലറോട് പറഞ്ഞു. അപ്പം കൗൺസിലർക്ക് ഇത് റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. കൗൺസിലർ റിപ്പോർട്ട് ചെയ്തു, ഇവനെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ 1.5 വർഷം ജയിലിൽ കിടക്കുകയാണ്. അവന്റെ സ്വന്തം ഭാര്യ, അല്ലെങ്കിൽ പേരൻസ് തന്നെ കെട്ടിച്ചു കൊടുത്തു, കല്യാണം കഴിച്ചു. പേരൻസ് തന്നെ കെട്ടിച്ചു കൊടുത്തു, കല്യാണം കഴിച്ചു. ഇവർക്ക് ഇഷ്ടമാണ്. പക്ഷേ ടെക്നിക്കലി ആ സ്ത്രീയുടെയും കുറ്റമല്ല. ആ സ്ത്രീക്ക് അങ്ങനെ ഒരു ആരെങ്കിലും മൊഴി തന്നാലോ കാര്യങ്ങൾ പറഞ്ഞാലോ റിപ്പോർട്ട് ചെയ്തേ പറ്റൂ. അപ്പം ഇതൊരു കൺഫ്യൂസിങ് ഏരിയയാണ്. ഇപ്പം കർണാടക ഹൈക്കോടതിയിൽ വളരെ കൗതുകമുള്ളൊരു സംഭവമുണ്ട്. ഇതുപോലെ ഈ മുസ്ലിം സമൂഹത്തിന് 18 വയസ്സിൽ താഴെ കല്യാണം കഴിക്കാം, നമ്മുടെ നിയമം പോലും അത് അനുവദിക്കുന്നുണ്ട്. അങ്ങനെ 17 വയസ്സായ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവൾ പ്രഗ്നൻ്റായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ അപ്പം എല്ലാം എഴുതിയെടുക്കുമല്ലോ. അവളുടെ പ്രായം എഴുതിയെടുത്തപ്പം 17.5 വയസ്സോ എത്രയാണ് രജിസ്റ്റർ. 18 വയസ്സായില്ല എന്ന് പറഞ്ഞൊരു പോലീസിനെ അറിയിച്ചു. ഹസ്ബൻഡിനെ അറസ്റ്റ് ചെയ്തു. 1 ലക്ഷം രൂപ ജാമ്യത്തിനാണ് കിട്ടുന്നത്. അത് ആ സ്ത്രീയിൽ ഉണ്ടാക്കുന്ന ട്രോമ എത്രമാത്രമായിരിക്കും. ഡെലിവറിക്ക് പോകുമ്പം ആ പാവപ്പെട്ട മുസ്ലിം പെൺകുട്ടിയിൽ ഉണ്ടാകുന്ന ട്രോമ എത്രമാത്രമായിരിക്കും. കോടതികളും അശക്തരാണ്. കാര്യം എന്താ? നമ്മുടെ നിയമം ഇങ്ങനെയാണ്. എവിടെയാണ് ഇത് യാന്ത്രികമാവരുത്. ഒരു ആണും പെണ്ണും, വേറൊരു പയ്യനുണ്ടായിരുന്നു, ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ഒരു പയ്യനുണ്ടായിരുന്നു അവിടെ. അവന് ഇപ്പം സർജറി ഒക്കെ കിടന്ന് എൻ്റെ മെഡിക്കൽ 4 സ്ഥലത്ത് ഞാൻ കിടന്നു കേട്ടോ. 4 സ്ഥലങ്ങളിൽ ഞാൻ കിടന്നു 16 ദിവസം. അവിടെ കിടന്ന പയ്യനാണ്. അവനൊരു പെൺകുട്ടി അഫെയറാണ്. ആ പെൺകുട്ടിയുടെ അച്ഛന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഈ അഫെയർ ഇവർ കണ്ടുപിടിച്ചപ്പം വീടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. ഈ പിള്ളേരൊക്കെ അകത്ത് കിടക്കാണോ ജയിലിൽ? ഈ പിള്ളേർ ഇപ്പം 20 വർഷം കിട്ടി അകത്ത് കിടക്കാണ്. 1.5 വർഷമായിട്ട്. ഞങ്ങളിപ്പോൾ അവരുടെ കേസാണ് എന്തെങ്കിലും രീതി ഏറ്റെടുത്ത് ഒരു കോൺസിലിയേഷൻ ഉണ്ടാക്കാൻ നോക്കുന്നു. 20 വർഷം എന്ന് പറഞ്ഞാൽ അവന് പ്രായം 21 or 22. അവന് വെളിയിൽ ഇറങ്ങുമ്പോൾ 42 വയസ്സ്. അവൻ കിടക്കുന്നത് ക്രിമിനൽസിന്റെ കൂടെ. അവൻ കിടക്കുന്ന ക്രിമിനൽസിന്റെ കൂടെ. അവനും ആ പെണ്ണും തമ്മിൽ ഇഷ്ടമായിരുന്നു. ഇഷ്ടത്തിന് നമ്മളെല്ലാം +2 പഠിച്ചപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇഷ്ടമൊക്കെ ഉണ്ടായിട്ടില്ലേ? ഏതെങ്കിലും രീതി ഹഗ് ചെയ്തു എന്നോ കിസ് ചെയ്തു എന്ന് പറഞ്ഞ് 20 വർഷം ജയിൽ കിട്ടുന്നതിൻ്റെ അതിനേക്കാൾ വലിയ കാര്യമുണ്ടോ? അവിടെ ആ സിസ്റ്റത്തിൻ്റെ പോരായ്മയാണ്. എല്ലാവർക്കും പറയാൻ ന്യായമുണ്ട്. പറയുന്ന കൗൺസിലറുടെ ന്യായം എന്താ? ഞങ്ങൾക്ക് അങ്ങനെ റിപ്പോർട്ട് കിട്ടിയാൽ മറച്ചു വെച്ചു എന്ന് ഞങ്ങളോട് ഇല്ലെങ്കിൽ പറയാതിരിക്കാൻ പറ്റില്ല. ജഡ്ജിയുടെ ന്യായം, പോലീസിന്റെ ന്യായം എന്താ? നമ്മുടെ നിയമം ഇങ്ങനെയാണ്. ഈ റിമാൻഡ് പ്രതികളും തടവ് പ്രതികളും ഒരുമിച്ചാണോ? 2-3 ഇപ്പം ജില്ലാ ജയിലിൽ നേരെ പോയി ഞാൻ റിമാൻഡായി. എൻ്റെ RP നമ്പർ 7464 ആയിരുന്നു. ഇപ്പം എൻ്റെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 7464 ആയിരുന്നു. ജില്ലാ ജയിലിൽ പോയി. ഞാൻ നിരാഹാരമായിരുന്നു. 4 ദിവസം വെള്ളം കുടിച്ചില്ല, 5 ദിവസം ആഹാരം കഴിച്ചില്ല. അത് ഞാൻ തന്നെ ഒരു സെൽഫ് ചലഞ്ചിങ് ആയിട്ട് എടുത്താൽ. ശബരിമല പ്രക്ഷോഭത്തിൽ ഞങ്ങൾ ആഹാരം കഴിച്ചിരുന്നില്ല, വെള്ളം കുടിച്ചിരുന്നു. ഇത് വെള്ളം പോലും ഞങ്ങൾ കുടിച്ചില്ല 4 ദിവസം. അപ്പോൾ പോലീസുകാർക്ക് നിരാഹാരം ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട്. ടെക്നിക്കലി ഇല്ല. അപ്പം ടെക്നിക്കലി ഇല്ല. ബോഡി വീക്കാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഡോക്ടറിന്റെ അനുമതിയോടുകൂടി ഫോഴ്സ് ഫീഡിങ് എന്നൊരു കാര്യം ചെയ്യാം. അതായത് നമ്മളെ 4 കൈയും കാലും ഒക്കെ പിടിച്ച് വയലിലേക്ക് ആഹാരം എടുത്തു തന്നിടും. അപ്പം എന്നെ അങ്ങനെ ജില്ലാ ജയിലിൽ ഞാൻ നിരാഹാരം കിടക്കുന്നുണ്ട് സെൻട്രൽ പ്രസന്റിലേക്ക് മാറ്റി. ഈ പൂജപ്പുര സെൻട്രൽ പ്രസന്റാണ് നമ്മൾ ജയിലിലെല്ലാം പഴയ സിനിമകളിൽ കാണുന്ന വലിയ ഗോപുരമുള്ള സ്ഥലം. അപ്പം ഞാൻ അവിടെ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞാനപ്പം അവിടെ പോയപ്പോൾ എനിക്കൊരു പൂജപ്പുരയിൽ കിടക്കാൻ പറ്റും. തമാശ, നമ്മുടെ പത്മകുമാർ സാർ ദേവസ്വത്തിന്റെ ഇഷ്യൂ ആയിട്ട് കിടന്ന പത്മകുമാർ സാറിനെയൊക്കെ ഞാൻ അവിടെ വെച്ച് കണ്ടു. പത്മകുമാർ സാറിനെ കണ്ടു. ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, സാറേ എൻ്റെ കാര്യങ്ങൾ അസുഖമാണോ, ഈ കാര്യങ്ങളൊക്കെ എന്താണ്? ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പം ഞാൻ ഒരു ഞാനും ഒരു കൊലപ്രതിയുമാണ് ഒരു സെല്ലിൽ കിടക്കുന്നത്. അടിപൊളി. അയാളും ശരിക്കും പറഞ്ഞാൽ അയാൾ എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ അയാൾ നല്ല ദൈവഭക്തിയുള്ള, രാത്രി ബൈബിളായിരുന്നു, എല്ലാ ബൈബിളും ഒക്കെ വായിച്ച് കിടക്കുന്നത്. ഞാൻ എന്ത് പറ്റി പിന്നെ ഒരാളെ കൊന്നു.
മദ്യപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തമ്മിൽ അടിയായി, വെള്ളത്തിൻ്റെ പുറത്ത് എടുത്ത് കുത്തിയതാണ്, മരിക്കുമെന്ന് വിചാരിച്ചില്ല, മരിച്ചു. അയാളുടെ കൂടെയാണ് ഞാനൊരു 4 ദിവസം കിടന്നത്. പിന്നീട് എനിക്ക് നടുവേദന ഭയങ്കരമായിട്ടുണ്ട്. അത് ശബരിമല പ്രക്ഷോഭ കാലത്ത് എന്നെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ വിഷ്വൽസ് കിട്ടാതിരിക്കാൻ വേണ്ടി പോലീസുകാർ ടാർപോളിൽ പൊതിഞ്ഞ് മറ്റേ പെട്ടി ഓട്ടോയിൽ കയറ്റിയാണ് എന്നെ സന്നിധാനത്ത് നിന്ന് താഴേട്ട് കൊണ്ടുപോകുന്നത്. അന്ന് തുടങ്ങിയ നടുവേദനയാണ്. അപ്പം അവർക്ക് വിഷ്വൽസ് വെളിയിൽ പോരുത്, അതിന് വേണ്ടിയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൊട്ടാരക്കര ജയിലിൽ കൊണ്ടുപോയി. അപ്പോൾ അന്ന് തൊട്ട് തുടങ്ങിയ നടുവേദന ചെറുതായിട്ട് അതിന് മുമ്പ് ഉണ്ടായിരുന്നു, ഒരുപാട് കൂടി. അപ്പോൾ നടുവേദന ആയതുകൊണ്ട് എന്നെ പിന്നീട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി 3 ദിവസം കിടത്തി, എല്ലാ ടെസ്റ്റും എടുത്തു. എന്നിട്ട് വീണ്ടും വന്ന് ഹോസ്പിറ്റൽ വാർഡിലിട്ടു, സെൻട്രൽ പ്രിസണിലെ ഹോസ്പിറ്റൽ വാർഡ്. ഈ ജയിൽ മുറിക്കുള്ളിൽ നമുക്ക് കിടക്കുന്നതൊക്കെ എങ്ങനെ, പായാണോ അതോ ഒരു പാതരും ഒരു ഷീറ്റ് തരും. ഒരു അത്രേ ഉള്ളൂ. ഒരു തലയാണൊന്നുമില്ല, ഒരു പാതരും ഷീറ്റ് തരും. നമുക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാം, നമ്മുടെ ഡ്രസ്സൊക്കെ, അതായത് ഡ്രസ്സ്, പല്ലിയൊക്കെ ഉള്ള സാധനങ്ങൾ, വേണമെങ്കിൽ ഒരു തോർത്ത്. അപ്പം അത് തലയാണയായിട്ട് വെച്ച് കിടക്കണം. അതൊന്നും വലിയ ചലഞ്ചായിട്ട് തോന്നില്ല. കാര്യം 2-3 പ്രാവശ്യം ഓൾറെഡി കിടന്ന് ശീലമുണ്ട്. കൊട്ടാരക്കര കിടന്നു, മാവേലിക്കര കിടന്നു. ശബരിമല കേസ് 3-ാം തവണ എന്നെ റിമാൻഡ് ചെയ്യപ്പോൾ ഞാൻ കോടതിയിൽ പറഞ്ഞ ഏക റിക്വസ്റ്റ്, ഞാൻ കൊട്ടാരക്കരയും മാവേലിക്കരയും കണ്ടു, കാക്കനാടോട്ട് വിടാം. ജഡ്ജി ചിരിക്കുകയും ചെയ്തു. അന്ന് കാക്കനാട് മറ്റേ റിനോവേഷൻ നടക്കുന്നതുകൊണ്ട് അവിടെ വിടാത്തത്. അങ്ങനല്ല ജയിലിൽ. ഫുഡ് ഇനി ഇത് അറിയേണ്ട ഒരു കാര്യമാണ്. ഗോതമ്പുണ്ട അല്ല ജയിലിൽ. പലർക്കും വലിയൊരു തെറ്റിദ്ധാരണയാണ് ഗോതമ്പുണ്ടയാണെന്ന്. ഗോതമ്പുണ്ട അല്ല. ചപ്പാത്തി ഉണ്ട്, ഇഡ്ഡലി ഉണ്ട്, ചോറുണ്ട്, ആവശ്യത്തിലേറെ നമുക്ക് ആഹാരം തരും. നമുക്ക് കഴിക്കുന്നത്, ഞാൻ നിരാഹാരം ആയതുകൊണ്ട് കഴിക്കാത്തതാണ്, ആവശ്യത്തിലേറെ ആഹാരം തരും. നമുക്ക് റേഷൻ എന്ന് വിളിക്കും. ഓരോ സെല്ലിനും ഒരു ലീഡറുണ്ട്. അതായത് സ്കൂളിൻ്റെ ലീഡർ എന്ന് പറയുന്ന പോലെ അവരെ മേസ്തിരി എന്നാണ് വിളിക്കുക. മേസ്തിരി എന്നാണ് വിളിക്കുക. നമ്മുടെ സെല്ലിന് മേസ്തിരി ഉണ്ടായിരുന്നു. നമ്മുടെ ഹോസ്പിറ്റൽ ബ്ലോക്കിൽ വന്നാൽ കുറച്ചുകൂടെ റിലാക്സ്ഡാണ് കാര്യങ്ങൾ. കാര്യം എന്തെങ്കിലും വയ്യായ്മ ഉള്ളവരായിരിക്കും. അപ്പോൾ എനിക്ക് നടുവേദന ഉള്ളതുകൊണ്ട് താഴെ കെടുത്തരുതെന്ന് പറഞ്ഞാണ് ഹോസ്പിറ്റൽ ബ്ലോക്കിലെത്തി. അവിടെ ഒരു കട്ടിൽ കിട്ടി. അവിടെ നമുക്ക് വൈകിട്ട് FM ഉണ്ട്, FM വെച്ച് തരും. ഒരു പ്രത്യേക സമയം 6:30 to 8:30, 6:30 to 9 തരും. പിന്നീട് നമുക്ക് വായിക്കാൻ പേപ്പർ തരും. അടുത്ത ദിവസം പേപ്പർ കൊണ്ടുതരും. പക്ഷേ അവിടെ ഒരു റൂളുണ്ട്, അതും കൗതുകമാണ്. നമ്മളെക്കുറിച്ച് റെഫറൻസുകളുള്ള പേപ്പർ നമുക്ക് തന്നുകൂടാ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മാതൃഭൂമി മനോരമയൊക്കെ കീറി എൻ്റെ വാർത്തകൾ കീറിയിട്ട് തരും. അപ്പൊ എനിക്ക് കണ്ടാ മനസ്സിലാവും ഫ്രണ്ട് പേജ് ഇത് കീറി, ഇതായിരുന്നു എൻ്റെ വാർത്ത. അപ്പൊ ഒരു റൂമിൽ എത്ര പേരൊക്കെ ആദ്യത്തെ റൂം ഞങ്ങൾ കൊട്ടാരക്കര കിടന്നതിൽ 18 പേരുണ്ടായിരുന്നു. ഏകദേശം ഇത്രയും വലിപ്പമുള്ള റൂമിൽ 18 പേരുണ്ടായിരുന്നു. അത് കുറച്ച് ശരിക്കും അടച്ചിടുന്ന ജയിലാണോ അതോ നിങ്ങൾക്ക് പുറത്തിറങ്ങി? ഫുൾ അടച്ചിടുന്ന ജയിലാണ്. ഒരു ടൈമുണ്ട്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വേണമെങ്കിൽ വെളിയിലൊക്കെ ഇറങ്ങാം. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ വെളിയിൽ ഇറങ്ങാന്ന് പറഞ്ഞാൽ ഒരുപാട് സ്ഥലമൊന്നുമില്ല, കുറച്ചൊരു മുറ്റം പോലത്തെ ഒരു സാധനം കാണും, അവിടെയൊക്കെ ഒന്ന് നടക്കാം. നടക്കാം. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഫുള്ള് അകത്ത് തന്നെ. പകല് തുറന്നിടുവോ? പകല് ജയിൽ തുറന്നിട്ടില്ല. ഈ കഥവ് പറയുകയാണെങ്കിലോ 2-3 രീതികളുണ്ട്. അതായത് ഒരു ജയിലിൽ തന്നെ ഹോസ്പിറ്റൽ ബ്ലോക്ക് കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്. ഈ സിവിയർ പ്രസൻ ഞാൻ എന്നെ കിടത്തിയത് എന്നോട് ദേഷ്യമൊന്നും ഉള്ളതുണ്ടല്ലോ കേട്ടോ. കാര്യം നിരാഹാരം കിടക്കുന്നവർക്ക് നിസ്സഹകരണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിടും. അതുകൊണ്ടാണ്, അല്ലാതെ പോലീസുകാർക്ക് ദേഷ്യമൊന്നുമില്ല. നിരാഹാരം കിടക്കുന്നവരെ നിസ്സഹകരണം എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടിടും. ശരിക്കും അത് കുറച്ച് ട്രോമാറ്റിക് ആയിരുന്നു. കാര്യം വളരെ ചെറിയ മുറി, ഞങ്ങൾ 2 പേര്, ഇരുട്ട്, പിന്നീട് ഫുള്ള്, അതാണ് പ്രോപ്പർ ജയിൽ. അതൊരു നെഗറ്റീവ് വൈബാണ്. അതൊരു ഹോസ്പിറ്റൽ ബ്ലോക്ക് കുറച്ചുകൂടെ പോസിറ്റീവ് വൈബാണ്. ഞങ്ങളുടെ കൂടെ അവിടെ 18 പേരുണ്ടായിരുന്നു. പക്ഷേ എന്താ പറയണേ, അവിടെ വായിക്കാൻ കിട്ടും. ഞാൻ 4 പുസ്തകങ്ങൾ വായിച്ചു തീർത്തു. ബൈബിള് തീർത്തു, മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ വീണ്ടും തീർത്തു, ശശി തരൂരിൻ്റെ ഒരു പുസ്തകം തീർത്തു, മനു എസ് പിള്ളയുടെ പുസ്തകം തീർത്തു, നേരത്തെ പറഞ്ഞ അജയ് കുമാർ, പ്രവീൺ പരമേശ്വർ ഇവരുടെ പുസ്തകവും വായിച്ചു തീർത്തു. അതല്ലാതെ തടവിലുള്ള ആളുകൾക്ക് ഈ പുസ്തകമോ അങ്ങനെ എന്തെങ്കിലും അവർക്ക് തരാം. അത് ഓരോ കാറ്റഗറീസ് ആണ്. ജില്ലാ ജയിൽ കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ്, പക്ഷേ ഫെസിലിറ്റീസ് അത്രയും ഇല്ല. സെൻട്രൽ പ്രിസൺ കുറച്ച് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അവിടെ അമ്പലമുണ്ട്, പള്ളിയുണ്ട്, മുസ്ലിം പള്ളിയുണ്ട്, എല്ലാം ഉണ്ട്. നമുക്കവിടെ പറഞ്ഞിട്ട് ഒരു പ്രത്യേക സ്റ്റിപ്പുലേറ്റഡ് ടൈമിൽ പോവാം. ഞാൻ എല്ലായിടത്തും ഒന്ന് പോയി നോക്കി, ലൈബ്രറിയിൽ പോയി നോക്കി. പിന്നെ അവിടെയും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇപ്പം 20 വർഷമൊക്കെ ആയിട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ കാലാവധിയൊക്കെ കഴിഞ്ഞിട്ട് പോലും വെളിയിൽ പോകാൻ പറ്റാതെ കിടക്കുന്നവരുണ്ട്. അങ്ങനെ കുറച്ച് പേരെ ഏതെങ്കിലും രീതി ഹെൽപ്പ് ചെയ്യാമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഇതെല്ലാം ഈ ടെക്നിക്കാലിറ്റിയാണ്. ടെക്നിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ സാങ്കേതികത്വത്തിൻ്റെ പേരിൽ പിടിച്ചിടും. അതായത് കോടതിയിൽ ഒരിക്കലും ഒന്ന് എന്നാൽ അടുത്ത വർഷം ആവട്ടെ എന്ന് പറയും. കിടക്കുന്നത് ഒരുത്തൻ്റെ 1 വർഷമാണ് പോകുന്നത്, അല്ലെങ്കിൽ മാസങ്ങളാണ് പോകുന്നത്. നമ്മുടെ ബോബി ചെമ്മണ്ണൂർ പണ്ട് ജയിലിൽ പോയിട്ട് വന്നിട്ട് ഇതേപോലെ പുള്ളി പറഞ്ഞത് വളരെ കറക്റ്റ്. പുള്ളി പറഞ്ഞത് ശരിക്കുമേ പോസിറ്റീവ് നോട്ടിലാണ്. 1-2 ദിവസം എല്ലാവരും ഒന്ന് ജയിലിൽ കിടക്കണം. വേറെ അതായത് പ്രൊട്ടസ്റ്റ് പോലുള്ള കാര്യങ്ങൾക്ക്, എന്തെങ്കിലും ചീത്ത കാര്യങ്ങൾ ചെയ്തിട്ടല്ല, നമുക്ക് ലൈഫിനെ കുറിച്ച് ഒരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ കിടന്നപ്പോഴാണ് നവംബർ 30-നാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. നവംബറിൽ കുറേ തിരക്കായിരുന്നു. എൻ്റെ ബർത്ത്ഡേ ഒക്കെ നവംബറിലാണ് വരുന്നത്. ജന്മമാസം ഞാൻ അപ്പോഴാണ് റിയലൈസ് ചെയ്തത് ആകാശം നോക്കുന്നത് എത്ര മനോഹരമാണ്.
ഓക്കെ. നമുക്ക് സ്കൈ ഞാൻ തിരിച്ച് റിയലൈസ് ചെയ്തു, നവംബറിൽ ഒരു തവണ പോലും എല്ലാ ദിവസവും ജീവിക്കാൻ ഇത്രയും സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഞാൻ ആകാശം നോക്കിയിട്ടില്ല. പക്ഷേ ജയിലിൽ നമുക്ക് ആകാശം നോക്കുന്നത് ഭയങ്കര ഒരു ഫീലിംഗ് ആണ്. ആകാശത്തെ പക്ഷികൾ നടന്നു പോകുന്നത് കാണുന്നത്, അല്ലെങ്കിൽ പറന്നു പോകുന്നത് കാണുന്നത്, പിന്നെ മേഘങ്ങൾ പോകുന്നത് കാണുന്നത്, നമ്മൾ ആ സ്വാതന്ത്ര്യത്തെ വാല്യൂ ചെയ്യും. പിന്നെ ജയിലിൽ കുറേയൊക്കെ ഫെസിലിറ്റീസ് മെച്ചപ്പെട്ടിട്ടുണ്ട്, അത് നമ്മൾ പറയണം. അതാണ് ഈ ഗോതമ്പുണ്ടൊക്കെ പഴയ കാര്യങ്ങളാണ്. ഞാൻ പറഞ്ഞ ദോശയുണ്ട്, പുട്ടുണ്ട്, പിന്നെ ഇടിയപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഒരു ദിവസം. ഫുഡ് ഉണ്ടാക്കുന്നതൊക്കെ ജയിലിലെ ആൾക്കാർ തന്നെ അവർ തന്നെ ജയിലിലെ ആൾക്കാർ നന്നായി എന്താ പറയുക, ഒരു ബാലൻസിലും ഹാർമണിയിലും കൊണ്ടുപോകുന്നുണ്ട്. ശരിക്കും ജയിലെന്ന് പറഞ്ഞാൽ കറക്ഷണൽ സ്പേസ് എന്നാണ് അതിന്റെ വെളിയിൽ തന്നെ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്യാനുള്ള റിഫോർമേറ്റീവ് സ്പേസ് എന്നാണ് പറയുക. ആ റിഫോർമേറ്റീവ് സ്പേസ് ആണ്. പക്ഷെ ചില കാര്യങ്ങളിൽ ജയിലിലെ ആൾക്കാരെ വിവാദങ്ങൾ ഭയന്ന് അനാവശ്യമായി കടുംപിടുത്തം പിടിക്കും. എൻ്റെ ഒന്നും ആവശ്യമില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ജയിലിൽ അങ്ങനെ 4 സ്ഥലങ്ങളിൽ കടന്നു. അതായത് ഒന്ന് ജില്ലാ ജയിൽ കടന്നു, സെൻട്രൽ പ്രസൻ നമ്മുടെ പൂജപ്പുര സെൻട്രൽ ജയിൽ പ്രോപ്പർ സെൻട്രൽ ജയിലിൽ കടന്നു, പിന്നീട് മെഡിക്കൽ കോളേജിലെ ജയിൽ വാർഡിൽ കടന്നു, പിന്നീട് വീണ്ടും തിരിച്ചു ചെന്ന് ഹോസ്പിറ്റൽ വാർഡിൽ കടന്നു. അങ്ങനെ 4 സ്ഥലങ്ങളിൽ കടന്നു. 4 വ്യത്യസ്ത അനുഭവങ്ങളാണ്. പോലീസ് സ്റ്റേഷനകത്തെ ആ ലോക്കറിനകത്ത് പോലീസ് സ്റ്റേഷനിൽ കിടന്നു. പോലീസ് സ്റ്റേഷനിൽ 2 ദിവസം പോലീസ് സ്റ്റേഷൻ മറ്റേ ഇതിനകത്തല്ല, സൈബർ സെല്ലാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ സൈബർ സെല്ലിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ സൈബർ സെല്ലിന് ഒരു സ്പേസ് ഉണ്ട്, മറ്റേ ആ ജയിലില്ല, നമ്മൾ ഈ സ്ഥിരം ലോക്കപ്പ് എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. അവർക്ക് വേറെ കാണും. ഞാൻ പോയ തിരുവനന്തപുരം സൈബർ സെല്ലില്ല. അപ്പൊ അവിടെ നമുക്ക് താഴെ കിടക്കുകയും പോലീസുകാരൊക്കെ അവരുടെ രാത്രി താഴെ കിടക്കും. സൈബർ കേസായിരുന്നോ? സൈബർ കേസാ പറഞ്ഞത്. ഇത് സൈബർ കേസായിട്ട് എടുത്തിരിക്കുന്നത് 7514 സൈബർ കേസായിട്ട് എടുത്തിരിക്കുന്നത്. നോൺ ബെയിലബിളും അല്ല. അതായത് 75 വകുപ്പ് മാത്രമേ നോൺ ബെയിലബിൾ ഉള്ളൂ. ഞാൻ തെറ്റ് ചെയ്തു എന്ന് തെളിഞ്ഞ് കോടതി ശിക്ഷിച്ചാൽ പോലും 1 വർഷമേ ശിക്ഷയുള്ളൂ. അതായത് അപ്പോൾ അത് കേസൊന്നും നിൽക്കില്ല. നമ്മൾ ക്വാഷ് ചെയ്യാൻ കൊടുക്കുക. നമ്മളിപ്പം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ക്വാഷ് ചെയ്യാൻ കൊടുക്കും. ഇപ്പോൾ ഇറങ്ങിയിട്ട് 10 ദിവസമായിട്ടുള്ളൂ. അപ്പം ക്വാഷ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. കേസ് ആത്യന്തികമായി നിലനിൽക്കുന്നില്ലെന്ന് ബാക്കി ആരെക്കാട്ടി നല്ലതായിട്ട് കോടതികൾക്കറിയാം, പ്രോസിക്യൂഷൻ അറിയാം, പോലീസിനറിയാം. അവിടെയാണ് പേടിപ്പിക്കുക, ഭയപ്പെടുത്തുക. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഞാൻ അങ്ങനെ അറസ്റ്റ് ചെയ്തതിന് ശേഷം ഗവൺമെൻറ് ഉദ്ദേശിക്കുന്ന നറേറ്റീവിനെതിരെ പറയുന്ന സോഷ്യൽ മീഡിയ ടോട്ടലി സൈലൻ്റായി. അപ്പം എന്ത് പറ്റുന്നു? കാര്യം അങ്ങനെയാണെങ്കിൽ അവർക്ക് ആ എലക്ഷന് വരുമ്പോൾ സ്ത്രീ സുരക്ഷയാണ് സ്വർണ്ണ കൊള്ളയേക്കാൾ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയാം. അത് ആരുടെയും ഇതൊരു സിസ്റ്റമിക് ഇഷ്യൂ ആണ്. അവിടെയാണ് ഞാൻ കോടതികളിൽ ഏറ്റവും വിശ്വസിക്കുന്ന വ്യക്തിയാണ്. കോടതികളാണ് നമ്മുടെ നാട്ടിൽ നീതി കിട്ടാൻ ഏറ്റവും നല്ല സ്പേസ്. കാര്യം കോടതികൾക്ക് ആരെയും പ്രീതിപ്പെടുത്തണ്ട, കോടതികൾക്ക് ഇലക്ഷൻ നിൽക്കണ്ട, കോടതികൾക്ക് ഫണ്ട് ഉണ്ടാക്കണ്ട, കോടതികൾക്ക് മെയിലിൽ നാടെ ഉത്തരവനുസരിക്കണ്ട. ഈ കോടതികൾ കുറേ കൂടെ ശക്തമായി പേഴ്സണൽ ഫ്രീഡത്തിനും മറ്റും പോയാൽ മാത്രമേ ഈ നാട് നിലനിൽക്കൂ.